നമസ്കാരം. ഇന്നത്തെ വിഷയം മെഡിസപ്പാണ്. ഇപ്പോൾ മെഡിസപ്പിൽ ഈ അടുത്ത ആഴ്ചകളിൽ ഉണ്ടായിട്ടുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഇടയിൽ ചർച്ച ചെയ്യുക, ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, ഇതിന് പരിഹാരം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഈ ഇന്നത്തെ വീഡിയോയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ മെഡിസപ്പില് ഒന്നാമത്തെ മെഡിസപ്പില് നമുക്ക് ഹോസ്പിറ്റലുകളിൽ എല്ലാ വിഭാഗങ്ങളിലും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിസപ്പ് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വിഭാഗം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയല്ലോ, ഇപ്പൊ പീഡിയാട്രിക് ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, കാർഡിയാക്ക് ഉണ്ട്, ഓർത്തോപീഡിക്, അങ്ങനെ. ഇപ്പൊ അത് മാറി. ഇപ്പോ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സെലക്ട് ചെയ്താൽ ആ ഹോസ്പിറ്റലുകളിൽ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ ആ വിഭാഗങ്ങളുടെ ഒക്കെ പിന്നെ ട്രീറ്റ്മെന്റ് കിട്ടണം. അതായിരുന്നു കണ്ടീഷൻ. ആ കണ്ടീഷൻ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും സ്വീകാര്യമല്ലാതായതുകൊണ്ടാണ് അവര് ഈ പിന്നെ നിബന്ധന വെച്ചതുകൊണ്ടാണ് അവര് ഈ പ്രാവശ്യത്തെ മെഡിസപ്പിൽ കുറെ പേരില്ലാത്തത്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടം ഭാഗികമായിട്ട് എംപാനൽഡ് ആണ്. അതാണ് അവർക്ക് സ്വീകാര്യം. എന്നാൽ ഇപ്പോ ഭാഗികമായിട്ടുള്ള എംപാനൽ ഇല്ല. ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടോ അതെല്ലാം ഈ മെഡിസപ്പിലും കിട്ടണം എന്നൊരു കണ്ടീഷനാണ് വെച്ചത്. തുടക്കത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മെഡിസപ്പിൽ ഉണ്ടായിരുന്ന പോരായ്മകളൊക്കെ നികത്തി നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് സംഗതി വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നുപോയത്. മെഡിസപ്പ് പോർട്ടൽ അപ്ഡേറ്റ് ചെയ്യാനെന്നും പറഞ്ഞ് ഒരു 10 ദിവസം മുടങ്ങിപ്പോയി. ആ 10 ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മാസം അഡ്മിറ്റ് ചെയ്ത ആർക്കൊക്കെ ക്യാഷ് കിട്ടി, അതിന്റെ അപ്രൂവൽ ആയി എന്നൊന്നും, കാരണം ആ മെഡിസപ്പ് സൈറ്റിൽ കയറിയിട്ട് ഇത് ചെയ്യാൻ പോലും കഴിയുമായിരുന്നില്ല. അതാ കഴിഞ്ഞ മാസം ഉണ്ടായ പ്രശ്നം. ഇനി ഇപ്രാവശ്യം ഇപ്പോൾ ഉള്ള പ്രശ്നത്തിലേക്ക് നമുക്ക് വരാം. അപ്പോ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ നമ്മളൊരു കംപ്ലൈന്റ് പറയാൻ വിളിച്ചാൽ കംപ്ലൈന്റുകൾക്ക് യാതൊരു മറുപടിയില്ല, OTP വരുന്നില്ല. ഒരു രോഗത്തിന് പരമാവധി കവറേജ് അല്ല, പകരം ഈ രോഗത്തിന് അനുവദീയമായ ഒരു സീലിംഗ് എമൗണ്ട് ഉണ്ട്, അത് മാത്രമാണ് പാസ്സാകുന്നത്. ക്യാഷ്ലെസ് എന്ന് പറയുന്നത് വെറും വാക്കിൽ മാത്രമായിട്ട് നിൽക്കുക. ഞാൻ തന്നെ ഈ മെഡിസപ്പ് ഒരുപാട് പേർക്ക് ഗുണകരമാകുമെന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ ദിവസങ്ങൾ ചെല്ലുന്തോറും ഓരോരുത്തരുടെ അനുഭവങ്ങളും എതിരായി വരുമ്പോൾ നമ്മൾ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ എല്ലാവരുടെ മുമ്പിലും എത്തണം, ഇത് പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ ഈ പരിപാടി അവസാനിപ്പിക്കണം എന്ന ഒരു ചിന്തയിലേക്ക് നമ്മളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ പ്രൈവറ്റ് ഇൻഷുറൻസിന്റെയും മെഡിസപ്പിന്റെയും ഒരു സവിശേഷത പറഞ്ഞിട്ടൊന്ന് തുടങ്ങാം. പ്രൈവറ്റ് ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പ്രായത്തിനനുസരിച്ച പ്രീമിയം. 40 വയസ്സുള്ള ഒരു വീട്ടിലെ ഗൃഹനാഥനും അവരുടെ വൈഫും 2 കുട്ടികളും ഒക്കെ അടങ്ങുന്ന അവർക്ക് ഒരു വർഷത്തെ പാക്കേജ് എന്ന് പറയുന്നത് ഏകദേശം 30,000 രൂപ പ്രീമിയം കൊടുക്കേണ്ടതായിട്ട് വരും. അതിൽ കുറച്ച് ക്ലെയിം വന്നില്ലെങ്കിൽ അത് കുറച്ച് ക്ലെയിം എമൗണ്ട് കുറച്ചുകൂടി കൂട്ടി അടുത്ത കൊല്ലം ക്യാരി ഫോർവേഡ് ചെയ്ത് പോകാറുണ്ട്. ചില അസുഖങ്ങളിൽ പ്രൈവറ്റ് ഇൻഷുറൻസിൽ ചില അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, 2 വർഷം വരെ. അപ്പൊ ഏതെങ്കിലും അസുഖം ഇൻഷുർ പ്രീമിയം അടച്ചാൽ ഉടൻ പിറ്റേ ദിവസം മുതൽ ആ ക്ലെയിം അവർക്ക് കിട്ടുന്നതല്ല. ആ ഒരു അസുഖത്തിൽ ചില പ്രത്യേക അസുഖങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞ്, അതായത് ഫസ്റ്റ് പ്രീമിയം നമ്മൾ അടച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ലെയിം അനുവദിക്കുള്ളൂ. ഒന്ന്. ഇനി പ്രൈവറ്റ് ഇൻഷുറൻസിന്റെ വേറൊരു പ്രത്യേകത പറഞ്ഞുതരാം. നേരത്തെയുള്ള അസുഖങ്ങൾക്ക് 3-4 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. നോക്കണം, നേരത്തെ ഒരു അസുഖമുണ്ട്, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ്, നേരത്തെ എനിക്ക് ഇന്ന അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം, അപ്പം നാളെ മുതൽ എനിക്ക് അതിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആനുകൂല്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ അത് കിട്ടില്ല. നേരത്തെയുള്ള അസുഖങ്ങൾക്ക് 3-4 വർഷം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ്, എന്ന് പറഞ്ഞാൽ ആ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ 3 കൊല്ലോ 4 കൊല്ലോ അടച്ചതിന് ശേഷം മാത്രമേ അതിൽ ആ അസുഖങ്ങൾക്ക് ഒരു ക്ലെയിം അപ്രൂവൽ ആവുള്ളൂ. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ക്ലെയിം നേരത്തെ കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് പ്രീമിയം തുക
കൂടുതലായിട്ട് അടയ്ക്കണം. എന്നാൽ ഇത് സാധാരണ 40-50 താഴെയുള്ളവരുടെ 60 വയസ്സിന് മുകളിലാണെങ്കിൽ അവർക്ക് ഈ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസുകാർക്ക് പോളിസി നൽകാൻ തന്നെ താല്പര്യമില്ല. ഇനി കിട്ടിയാൽ തന്നെ അങ്ങനെ ഒരു പോളിസി നമ്മൾ സംഘടിപ്പിച്ചാൽ തന്നെ ഒരാൾക്ക് മിനിമം ഒരു 40,000 രൂപയെങ്കിലും പ്രീമിയം വരും. ഒരു വർഷത്തേക്ക് ഒരാൾക്ക് 40,000 രൂപയെങ്കിലും മിനിമം പ്രീമിയം വരും. അവിടെയാണ് നമ്മൾ മെഡിസപ്പിന്റെ ചില സവിശേഷതകൾ മുൻകൂട്ടി പറഞ്ഞിരുന്നത്. മെഡിസപ്പിൽ നമ്മൾ ഒരു വർഷം അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് ശരിക്കും 8,220 രൂപയാണ് അടയ്ക്കുന്നത്. അത് അടുത്ത കൊല്ലം അല്പം കൂടി കൂടുമ്പോൾ അത് 9,000 രൂപയാണ് അടുത്ത കൊല്ലം അടയ്ക്കുക. മെഡിസപ്പില് പ്രായപരിധിയില്ല. 25-കാരനും 60-കാരനും ഒക്കെ ഒരേ പരിഗണന തന്നെ കൊടുക്കുന്നു. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് നോക്കൂല. നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങളൊന്നും പ്രശ്നമല്ല. ഇന്ന് നമ്മൾ പ്രീമിയം അടയ്ക്കാന്ന് എന്നാണോ ഇതിന്റെ എഫക്റ്റ്, ആ എഫക്റ്റ് മുതൽ ഏത് അസുഖത്തിനും ഒന്നും നോക്കുന്നില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന അസുഖത്തിന് പോലും ഇന്ന് മുതൽ ക്ലെയിം ചെയ്യാം. പ്രീമിയം തുക ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 687 രൂപയാണ് ഇപ്പോൾ അടയ്ക്കുന്നത്. അപ്പൊ പ്രീമിയം തുക വളരെ കുറവാണ്. ഈ പ്രൈവറ്റിലായാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൈവറ്റിലായാലും ശരി മെഡിസപ്പിലായാലും ശരി ഒക്കെ ഇൻഷുർ എന്ന് പറയുന്ന പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതൊരു ലിമിറ്റഡ് കമ്പനി ആയിരിക്കും. മിക്കവാറും കമ്പനികളാണ്. ആ കമ്പനികൾ പ്രവർത്തിക്കുന്നത് എപ്പോഴും ലാഭം ഉണ്ടാക്കാൻ തന്നെയാണ്. അപ്പൊ ലാഭം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന കമ്പനികൾ, അതിൽ ജീവനക്കാരുണ്ട്. കമ്പനികളെ സംബന്ധിച്ച് കമ്പനികൾ തുടർച്ചയായിട്ട് ലാഭത്തിലല്ലെങ്കിലും ലാഭം ഉണ്ടാവണം. അതാണ് കമ്പനിയുടെ ലക്ഷ്യം. അപ്പൊ ഇത്തരത്തില് പ്രൈവറ്റ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസുകൾ എങ്ങനെ നടപ്പാക്കുന്നു? ഇപ്പോ 20,000 പേരുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ആ 20,000 പേര് പ്രീമിയം അടയ്ക്കുന്നു. അതില് 5,000 പേർക്ക് അസുഖങ്ങൾ വന്ന് അവർക്ക് ക്ലെയിം കിട്ടി. ബാക്കി 15,000 പേർക്ക് അസുഖങ്ങളൊന്നും വന്നില്ല. അങ്ങനെയെങ്കിൽ ഈ അസുഖം വരാത്ത ആളെടുത്തു നിന്ന് കിട്ടുന്ന പ്രീമിയം തുക അസുഖം വരുന്നയാൾക്ക് കൊടുത്ത് ഈ ഒരു സംവിധാനമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. അല്ലാതെ കമ്പനി എവിടെ നിന്നും കൊണ്ടുവന്ന് കൊടുക്കുകയൊന്നുമില്ല. നമ്മൾ ഈ അസുഖങ്ങൾ വരാത്തവരുടെ പണം അസുഖങ്ങൾ വരുന്നവർക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ്. ഈ അസുഖം ആർക്കും വരാലോ. അപ്പോൾ അത്തരത്തിലുള്ളതാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്ലെയിം ആകാൻ, ഈ ക്ലെയിം അപ്രൂവ് ചെയ്ത് കിട്ടാൻ രണ്ടിടത്തും ബുദ്ധിമുട്ട് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ മെഡിസപ്പില് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മെഡിസപ്പില് ഒരു ഫിഗർ അപ്രൂവ് ആയി വരാൻ ഒരു 10 മടങ്ങ് എഫേർട്ട് വേണ്ടി വരുന്നു എന്നുള്ളതാണ്. സാധാരണ പ്രൈവറ്റ് ഇൻഷുറൻസിന്റെ ക്ലെയിം അപ്രൂവൽ ആകാൻ വേണ്ടി വരുന്നതിനേക്കാൾ 10 മടങ്ങ് എഫേർട്ട് ഇതിന് വേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം. ക്യാഷ്ലെസ് ആണെന്ന് മെഡിസപ്പ് എന്താ പ്രത്യേകത? ഇനി മെഡിസപ്പിലേക്ക് ഞാൻ വരുന്നത്. മെഡിസപ്പ് ക്യാഷ്ലെസ് ആണെന്ന് പറയുകയും വളരെ കുറഞ്ഞ തുക ഇൻഷുറൻസ് കമ്പനി നൽകുകയും അത് തന്നെ വെച്ച് താമസിപ്പിക്കുകയും ചെയ്യാണ്. പല പ്രശ്നങ്ങളാണ്. നമ്മൾ ചേരുമ്പം തന്നെ ഇൻഷുറൻസ് ഡെസ്കിൽ പോയി മെഡിസപ്പ് കാർഡൊക്കെ അപ്ലോഡ് ചെയ്ത് എല്ലാ ഡീറ്റെയിലും ചെയ്താലും ഇത് തുക പാസ്സാകുന്നത് അവിടെ നിൽക്കട്ടെ, അത് ചിലപ്പോൾ കരാറിന്റെ ഭാഗമാവും, താമസിപ്പിക്കുകയും ചെയ്യാണ്. അപ്പോൾ മെഡിസപ്പിനെ സംബന്ധിച്ചിടത്തോളം മെഡിസപ്പ് ഒരു പാക്കേജ് പോളിസിയാണ് ശരിക്കും. അതായത് മുൻകൂട്ടി നിശ്ചയിച്ച തുക മാത്രം അനുവദിക്കുന്ന പോളിസി. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ അസുഖത്തിനും നിശ്ചിത സംഖ്യകൾ തുക അനുവദിക്കാവുന്ന കരാറ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 10 ലക്ഷം രൂപ സം അഷ്വേർഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ്, 10 ലക്ഷം രൂപയാണ് ആ പോളിസി സം അഷ്വേർഡ് എന്ന് വിചാരിക്കുക. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു ചികിത്സയ്ക്ക് 2 ലക്ഷം രൂപ ചെലവായി. നമ്മൾ പോയി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തി. ഈ ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ ക്ലെയിം കൊടുത്തു. ക്ലെയിം അപ്രൂവലായി. ഏകദേശം എന്തായാലും ചെറിയൊരു പൈസ കുറഞ്ഞതല്ലാണ്ട് ഏകദേശം ഈ 2 ലക്ഷം രൂപയും അപ്രൂവലാകും. ഫലത്തിൽ ആ സം അഷ്വേർഡിൽ നിന്ന് 2 ലക്ഷം രൂപ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനി മൈനസ് ചെയ്യും. അപ്പൊ ആ 10 ലക്ഷത്തിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ഈ ചികിത്സ മെഡിസപ്പ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും? ഈ മെഡിസപ്പ് കമ്പനിയുമായിട്ട്, അതായത് ഓറിയന്റൽ ഇൻഷുറൻസുമായിട്ട് ഒരു കരാറുണ്ട്. ഓരോ അസുഖത്തിനും ഏതെങ്കിലും ചാർജ് അല്ല. ഇപ്പോൾ ഈ പറഞ്ഞ 2 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്ന ഈ ഒരു ട്രീറ്റ്മെന്റ്
ശരിക്കും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മെഡിസപ്പിലാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം. അതൊരു പാക്കേജാണ്. ആ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റിന് കമ്പനി നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞത് 1 ലക്ഷം രൂപയാണ്. യഥാർത്ഥത്തിൽ ഈ ഹോസ്പിറ്റലിൽ ആ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത് 2 ലക്ഷം രൂപയാണ്. ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പോ ഇത്ര രൂപയ്ക്ക് ചെയ്യാമെന്ന എഗ്രിമെന്റ് വായിച്ച് ബോധ്യപ്പെട്ട് കരാർ വെച്ചവരാണ് ഈ എംപാനൽഡ് ഹോസ്പിറ്റലുകാർ. അത് നമ്മൾ മനസ്സിലാക്കണം. ആ എംപാനൽഡ് ഹോസ്പിറ്റലുകാരുടെ ട്രീറ്റ്മെന്റ് ചെലവ്, ഒരു അസുഖത്തിന്റെ എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്, ആ അസുഖത്തിന് 2 ലക്ഷം രൂപയാണ് അവരുടെ ട്രീറ്റ്മെന്റ് ബില്ല് എങ്കിലും 1 ലക്ഷം രൂപ എന്ന് പറയുന്ന എമൗണ്ടിന്, അതായത് ഈ ഓറിയന്റൽ ഇൻഷുറൻസ് മുന്നോട്ട് വെച്ച ആ എമൗണ്ടിന് ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് എഗ്രിമെന്റ് വെച്ച് ബോധ്യപ്പെട്ട് കരാറ് വെച്ച് ഒപ്പിട്ടവരാണ് ഈ എംപാനൽഡ് ഹോസ്പിറ്റലുകാർ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ പൈസ കുറഞ്ഞത് സമ്മതിച്ചിട്ടാണ് അവരെ എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് വരുത്തിയിട്ടുള്ളത്. അതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ചികിത്സ ചെയ്യുമ്പോൾ നമ്മൾ 2 ലക്ഷം രൂപയുടെ ചികിത്സ 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യാമെന്ന കരാറ് വെച്ചിട്ട് ഈ ബാക്കി പൈസ 1 ലക്ഷം ജീവനക്കാരോട് അല്ലെ പെൻഷൻകാരോട് വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ചികിത്സയ്ക്ക് കമ്പനി പിന്നെ LOS ഒക്കെ വെച്ചിട്ടുണ്ട്. അതായത് ലെങ്ത് ഓഫ് സ്റ്റേ, ഇത്ര ദിവസം, ഇന്ന അസുഖത്തിന് ഇത്ര ദിവസം മാത്രമേ സ്റ്റേ പാടുള്ളൂ, അതുപോലും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കരാർ വെച്ചപ്പോ യഥാർത്ഥത്തിൽ ഈ ജീവനക്കാരനോ പെൻഷൻകാരനോ അവരുടെ ആശ്രിതരോ ചികിത്സിക്കാൻ പോയാൽ ആ ബാക്കി തുക യഥാർത്ഥത്തിൽ നൽകേണ്ടതില്ല. എന്നാൽ കാര്യങ്ങളൊക്കെ വിപരീതമായിട്ടാണ് നടക്കുന്നത്. ബാക്കി തുക ജീവനക്കാരനോടോ അവന്റെ ആശ്രിതനോടോ പെൻഷൻകാരനോ അവന്റെ ആശ്രിതനോടോ അടയ്ക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഏകദേശം ഈ മെഡിസപ്പില് ഈ ഇൻഷുറൻസ് കമ്പനി ഓറിയന്റൽ ഇൻഷുറൻസിന് ഒരു മാസം ഒരു 70 ലക്ഷം 70 കോടി അല്ലെ 75 കോടി രൂപ കളക്ഷൻ ഉണ്ട്. അത് ഒരു വർഷമാകുമ്പോൾ ഏകദേശം 850-900 കോടി രൂപയാണ് ഒരു വർഷത്തെ ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഓറിയന്റൽ ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ജീവനക്കാരനെയും പെൻഷൻകാരനെയും സംബന്ധിച്ച് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ കിട്ടണം? ക്യാഷ്ലെസ് ആയിട്ട് തന്നെ കിട്ടണം. കാരണം ഗവൺമെന്റ് ഈ ജീവനക്കാരോടും ഇത് ചർച്ച ചെയ്യുമ്പോഴൊക്കെ സംഘടനക്കാരോടും ജീവനക്കാരോടും മൊത്തത്തിലും പെൻഷൻകാരോടും എല്ലാവരോടും പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് 687 രൂപ വീതം പിടിക്കുകയാണ് ഓരോ മാസം. ഫെബ്രുവരി മുതൽ മാർച്ച് മുതൽ പിടിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്യാഷ്ലെസ് ചികിത്സ തരും. അപ്പോ ഇത് കറക്റ്റായിട്ട് കിട്ടാൻ അർഹരാണ് ഇവർ, ജീവനക്കാരും പെൻഷൻകാരും അല്ലെ അവരുടെ ആശ്രിതരും. പക്ഷെ നമുക്ക് നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഹോസ്പിറ്റലിൽ നിന്നും പണം അടയ്ക്കാതെ ഡിസ്ചാർജ് ആയി പോരാൻ കഴിയണം. ഒന്ന്, കമ്പനി യഥാസമയത്ത് ഈ പണം അലോട്ട് ചെയ്ത് കൊടുക്കണം. 2, കമ്പനിയും ഹോസ്പിറ്റലുമായിട്ടുള്ള കരാറിൽ പറയുന്ന എമൗണ്ടിൽ മാത്രമേ ചികിത്സ ചെയ്യണം. അത് ഹോസ്പിറ്റലുകാർ ചെയ്യേണ്ടതാണ്. ഇതൊന്നും അല്ല നടക്കുന്നത്. കമ്പനി അവിടെ നിന്ന് കിട്ടുന്നത് അതായത് നമ്മുടെ മെഡിസപ്പിൽ നിന്ന് കിട്ടുന്ന, കമ്പനിയിൽ നിന്ന് കിട്ടുന്ന, ഓറിയന്റൽ ഇൻഷുറൻസിന് കിട്ടുന്ന പൈസ മേടിക്കും ഹോസ്പിറ്റലുകാർ. അതിനുശേഷം ഇവിടെ ബാക്കി എത്ര വരുന്നോ അതും രോഗിയിൽ നിന്ന് ഈടാക്കും. ഇനി ഇത് ലേറ്റ് ആയാൽ, ഓറിയന്റൽ ഇൻഷുറൻസ് ലേറ്റ് ആകുമെന്ന പേടിയിൽ എന്ത് വരും? മുൻകൂർ പണം അടയ്ക്കാൻ പറയുന്ന ഹോസ്പിറ്റലുകാരും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊക്കെ പ്രൈവറ്റ് ഇൻഷുറൻസ് ആണെങ്കിൽ ഓക്കെ, അവരോട് മുൻകൂർ മേടിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ മെഡിസപ്പിലുകാർക്ക് ഇത് കൃത്യമായിട്ട് ഇതിന്റെ ആനുകൂല്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവര് മുൻകൂർ പണം ആവശ്യപ്പെടുന്നു. ബാക്കി പാസ്സായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ആരുടെ ഭാഗത്താണ് തെറ്റ്? നടപടി വേണ്ടേ? നമുക്ക് എപ്പോഴും ഉപഭോക്തൃ കോടതികളെയോ മറ്റു കോടതികളെയോ ഒരു അസുഖം വന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം, പെൻഷൻകാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവന്റെ ആശ്രിതനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങാൻ പറ്റുമോ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരാൾ പറഞ്ഞതാണ്, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, അമ്മയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് നടത്തിയത്, അമ്മ മരണപ്പെട്ടു. ശരിക്കും ക്ലെയിമിന്റെ 10% കിട്ടി. 10% മാത്രമേ കിട്ടിയുള്ളൂ ക്ലെയിമിന്റെ. അമ്മ മരണപ്പെട്ടു പോവുകയും ചെയ്യും. അദ്ദേഹത്തിന് ആ 90% ഒരു കോടതിയിൽ അല്ലെ ഉപഭോക്തൃ കോടതിയിലോ എവിടെയെങ്കിലും പോയി
ഇനി അതിന്റെ പുറകെ നടക്കാൻ താല്പര്യമില്ല. കാരണം എന്താ? മരണപ്പെട്ടു പോയ ഒരമ്മയുടെ പേരിൽ വീണ്ടും കോടതി കയറാൻ താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു മെഡിസപ്പ് എന്ന്, അല്ലെങ്കിൽ ഈ സ്കീം എന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആർക്കാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക? ഇപ്പോൾ വേറൊരു കേസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. 90,000 രൂപ നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു ഹോസ്പിറ്റൽ, ഞാനിവിടെ ഹോസ്പിറ്റലുകളെ പറ്റി പറഞ്ഞിട്ട് അവരെ മൊത്തത്തിൽ പറയാന്നല്ലാണ്ട് ഒരു ഹോസ്പിറ്റലിനെയും പേരെടുത്ത് പറയുന്നില്ല. കോഴിക്കോട് ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ 90,000 രൂപ ബിൽ ആയി ഒരു ചികിത്സയ്ക്ക്. അതിന്റെ പാക്കേജിൽ ഹോസ്പിറ്റലുകാർക്ക് യഥാർത്ഥത്തിൽ കരാർ അനുസരിച്ച് കിട്ടുന്നത് 29,000 രൂപയുള്ളൂ. അപ്പോ ഈ ആശ്രിതരോട്, രോഗിയോട് എന്ത് പറയുകയാണ്? 61,000 രൂപ ബാക്കി നിങ്ങൾ അടയ്ക്കണം എന്ന് പറയുകയാണ്. അപ്പൊ എവിടെയാണ് നമ്മൾ ഇതിന്റെ പരാതിപ്പെടേണ്ടത് എന്നുള്ളതാണ് അവസ്ഥ. ഇവിടെ പണം ഡിഡക്ട് ചെയ്യുന്നത്, ശമ്പളത്തിൽ നിന്നോ പെൻഷനിൽ നിന്നോ പണം ഡിഡക്ട് ചെയ്യുന്നത് സർക്കാരാണ്. സർക്കാരിന് മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ. ഇതിൽ ശരിക്കും ഈ ഒരു കരാറിൽ 3 കക്ഷികളാണ് ഉള്ളത്. ഒന്ന് ഇൻഷുറൻസ് കമ്പനി, 2 ഹോസ്പിറ്റലുകൾ, മൂന്നാമത്തെ ആള് ഗവൺമെന്റ്. ഈ 3 പേരും തമ്മിൽ ഉണ്ടാക്കിയ കരാറാ. ജീവനക്കാരോ മറ്റുള്ളവരോ ഇതിന്റെ കരാറിന്റെ ഭാഗമല്ല. ജീവനക്കാർ ഇതിന്റെ ഉപഭോക്താക്കൾ മാത്രമാണ്. ഇനി നമ്മൾ അതൊക്കെ പോട്ടെ, NCHൽ പരാതി കൊടുത്താലോ? NCHൽ പരാതി കൊടുത്താൽ അതിന് മറുപടി ഇല്ല, അതിലൊരു ആക്ഷനും ഇല്ല. പരാതി പരിഹാര ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാലോ റെക്കോർഡ് ചെയ്തു വെച്ച പൊതുവിവരങ്ങൾ മാത്രമാണ് കേൾക്കാൻ കഴിയുക. അപ്പൊ മെഡിസപ്പിൽ നിന്ന് പണം ലഭിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തതിനാൽ മുൻകൂർ തുക ഹോസ്പിറ്റലുകൾ വാങ്ങുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ക്യാഷ്ലെസ് എന്ന് പറയുന്ന ഒരു സംഭവമേ അവിടെ ഇല്ല. കരാർ പ്രകാരമുള്ള തുക മെഡിസപ്പിൽ നിന്ന്, ബാക്കി തുക രോഗിയിൽ നിന്നും ഈടാക്കുന്നത്. അത് ഞാനിപ്പോ പറഞ്ഞത്. 90,000 രൂപ ഉണ്ടെങ്കിൽ കരാർ പ്രകാരം ആ ഹോസ്പിറ്റലില് 29,000-ന് ആ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് വ്യവസ്ഥയുള്ളതാണ്, കരാറുള്ളതാണ്, കരാർ ഒപ്പിട്ടതാണ്. പക്ഷെ അസുഖം വന്ന് കാര്യത്തോടടുക്കുമ്പോൾ എന്തായി? 29,000 ഇൻഷുറൻസ് കമ്പനി തരും, ബാക്കി 61,000 രൂപ ഈ രോഗിയോ രോഗിയുടെ ആശ്രിതരോ അടക്കണമെന്ന ഹോസ്പിറ്റലുകാർ വാശി പിടിക്കുകയാണ്. ഇപ്പോ ഒന്നത്. രണ്ടാമത്തെ കാര്യം, ആശുപത്രികൾ അമിതമായി തുക ഈടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എത്ര കിട്ടിയാലും ശരി, ആസ്പത്രികൾ ഈ മെഡിസപ്പ് ഒക്കെ ആണെങ്കിൽ തോന്നിയ പോലെ ബില്ലിടുകയാണ്. ക്ലെയിമുകൾ പ്രത്യേക കാരണങ്ങളില്ലാതെ ഇൻഷുറൻസ് കമ്പനി തള്ളുന്നത് വേറൊരു പ്രശ്നം. അപ്പോ ഞാനിത് ഇത്തിരി പറയുമ്പോൾ നമ്മൾ ഈ സ്കീമിനെയൊക്കെ ഇതിന്റെ കുറെ പോസിറ്റീവ് വശങ്ങളെ അനുകൂലിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ദിവസങ്ങൾ അങ്ങോട്ട് ചെല്ലും തോറും ഇതൊക്കെ വെറും വമ്പൻ ഉടായിപ്പായിട്ട് മാറുകയാണ്. ശുദ്ധ തട്ടിപ്പ്, പച്ചയ്ക്ക് കൈയിട്ട് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് നമുക്ക് അംഗീകരിക്കാനോ, കുറച്ച് നമ്മളിതൊക്കെ പറയുമ്പോൾ വൈകാരികമായിട്ട് തന്നെ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒന്നുകിൽ ഈ പരിപാടി അവസാനിപ്പിക്കാം. എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. അല്ലെങ്കിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആക്കി ഇത് നടപ്പാക്കുക. ഇപ്പോൾ നടപ്പാക്കുന്നത് ശരിക്കും ഒരു റിബേറ്റ് ചികിത്സയാണ്. റിബേറ്റ് ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താ? 1,00,000 രൂപ ചികിത്സയ്ക്ക് ബില്ല്, 25,000 രൂപ മെഡിസപ്പ് കമ്പനി കൊടുക്കും, 75,000 രൂപ ആശ്രിതരും രോഗിയൊക്കെ ആയിട്ട് കൊടുക്കണം. ഇതാണ് റിബേറ്റ്. ഇതായിരുന്നില്ലല്ലോ നമ്മുടെ മെഡിസപ്പിന്റെ ആരംഭത്തിൽ നമ്മൾക്ക് വിഭാവനം ചെയ്ത ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട മെഡിസപ്പ് എന്ന് പറയുന്ന ഇതല്ല, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പോ ഹോസ്പിറ്റലില് ഇതിലുള്ളൊരു പ്രത്യേക പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഹോസ്പിറ്റലുകളിൽ ഇന്ന് വരെ പോകാത്തവർ ഇത് മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഒരു സത്യം. ഈ ഹോസ്പിറ്റലിൽ പോയി നമ്മളുടെ ജീവനക്കാരുടെയോ പെൻഷൻകാരുടെയോ ആശ്രിതർക്കോ അല്ലെ ജീവനക്കാരനോ അല്ലെ പെൻഷൻകാരനോ ഒരു ചികിത്സ നടത്തി കഴിയുമ്പോൾ മാത്രമാണ്, അങ്ങനെയുള്ളവർ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നതാണ് സത്യം. പൊതുവെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എന്താ ധൈര്യം? ഒരസുഖം വന്നാൽ മെഡിസപ്പ് എന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു ചിന്ത വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ആ ധൈര്യമൊക്കെ ഒരസുഖം വന്ന് ഹോസ്പിറ്റലിലെത്തിയാൽ ആ ധൈര്യം പോയി കിട്ടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ട ജീവനക്കാരാ അല്ലെ പ്രിയപ്പെട്ട പെൻഷൻകാരാ, നമ്മുടെ ആശ്രിതർക്കും നമുക്കൊക്കെ ഏത് അസുഖവും ഏത് സമയത്തും വരാം. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഹോസ്പിറ്റലുകളിൽ പോയാൽ പൊതുവെ ഇപ്പോൾ ട്രീറ്റ്മെന്റിനൊക്കെ ലക്ഷങ്ങളുടെ ചിലവാണ്. അത് സാമ്പത്തികമായി നമ്മളെ ശരിക്കും തകർത്തു കളയും. കഴിയുമെങ്കിൽ
കഴിയുമെങ്കിൽ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ അവസ്ഥകളൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ പ്രീമിയം അടയ്ക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി മറ്റൊരു ഇൻഷുറൻസ് കൂടി, ഹെൽത്ത് ഇൻഷുറൻസ് കൂടി എടുത്തു വെക്കണമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു റിക്വസ്റ്റ്. വന്നു കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിട്ട് കാര്യം, നട്ടോട്ട് ഓടിയിട്ട് കാര്യമില്ല. അപ്പൊ എത്രയാണോ അവിടെ അടയ്ക്കേണ്ടത് അത് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ, ഭയാനകമായ ഒരു അവസ്ഥയിൽ, സാമ്പത്തികമൊക്കെ പലർക്കും പല റേഞ്ചിലാണ്. പ്രത്യേകിച്ച് പെൻഷനായി ഒക്കെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾക്കും ദിവസവും മരുന്നും കാര്യങ്ങളും ഒക്കെ വേണ്ടവരാണ്. അവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അവരുടെ അവസ്ഥ പരമദയനീയമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത്രത്തോളം വലിയ ഒരു ട്രീറ്റ്മെന്റിന് പോയി നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് പോവുക. എപ്പോഴും നമ്മൾ നടക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഒരു ചിന്തയാണ്, മെഡിസപ്പ് ഉണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാൽ നമുക്ക് പോകാലോ. ആ ഒരു ചിന്ത ആർക്കും വേണ്ട. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതും കൂടി നിങ്ങളൊന്ന് ചെയ്തു വെക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം ഇത് ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചാൽ പറ്റില്ല. ഇത് തുടങ്ങി വെച്ച ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരണം. അപ്പൊ നമുക്കറിയാം, ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാരിനും ഇടയിൽ ഒരു പാലമായി നിൽക്കേണ്ടവരാ ശരിക്കും ഈ പെൻഷൻ സംഘടനകളും ജീവനക്കാരുടെ സംഘടനകളും. അത് കക്ഷി രാഷ്ട്രീയമൊക്കെ പോട്ടെ, ജീവനക്കാരുടെ സംഘടനകൾ ജീവനക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നും പെൻഷൻകാരുടെ സംഘടനകൾ പെൻഷൻകാർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് വെപ്പ്. പലരും തങ്ങളുടെ രാഷ്ട്രീയ ചായ്വ് അനുസരിച്ച് അതാത് ഗവൺമെന്റുകളെ ചാരി നിൽക്കുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. എങ്കിൽ പോലും ഈ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ ഇത്തരത്തിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് അവർ തന്നെയാണ്. ഇത് അറിയിക്കേണ്ടതും. അല്ലാതെ ഒരു ജീവനക്കാരനോ പെൻഷൻകാരനോ നേരിട്ട് ധനകാര്യമന്ത്രിയുടെ അടുത്തോ ഒന്നും പോയി സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകൾ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അല്ലെ ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തിനുള്ള പാലമായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞാൻ ചോദിക്കട്ടെ. എത്ര സംഘടനാ നേതാക്കൾക്ക് അറിയാം ഈ പ്രശ്നം? ഈ മെഡിസപ്പിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എത്ര സംഘടനാ നേതാക്കൾക്ക് അറിയാം? നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള സംഘടനയിലുള്ളവരാണല്ലോ. അപ്പൊ അതൊക്കെ ഈ പരാതികൾ എന്തുകൊണ്ടാ വ്യാപകമാകാത്തതിന്റെ കാരണം? പരാതികൾ വ്യാപകമാകാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇപ്പോ ഒരു 10-15% പേര് മാത്രമേ ചികിത്സ നേടി പോയിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ദിവസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ കൂടുതൽ പേര് പോകും. അപ്പോൾ മനസ്സിലാകും ഈ പ്രശ്നങ്ങൾ വളരെ എത്രത്തോളം ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ മെഡിസപ്പിൽ ഉള്ളത് എന്ന് അപ്പോൾ മനസ്സിലാവും. ഞാനിത് ഒരിക്കലും ഇത് നല്ല സ്കീമായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയായിരുന്നു. നല്ല സ്കീമാണ്. ഇത് നന്നായി നടത്തിക്കൊണ്ടുപോയാൽ വളരെ നല്ല സ്കീമാണ്. ഇപ്പൊ പറയുന്നതല്ല ഹോസ്പിറ്റലിൽ ചെയ്യുന്നെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ കേസ് കൊടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. അത് ചെയ്യേണ്ടത് ഗവൺമെന്റാണ്. ഇതിപ്പോ കോടതിയിൽ, ഒരു ഉപഭോക്തൃ കോടതിയിൽ മെഡിസപ്പിനെതിരെ ഒരു കേസ് കൊടുക്കണമെങ്കിൽ പോലും അതിന്റെ പരിധി എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തിരുവനന്തപുരത്താണ് ഇതിന്റെ ആസ്ഥാനം. അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോ ഇത് നിങ്ങൾക്ക് ഇതുവരെ ഇത് മനസ്സിലാകാത്ത ആരാ? ഇതുവരെ ഹോസ്പിറ്റലിൽ പോകാത്ത ആർക്കും തന്നെ ഇത് മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലാകാൻ ദിവസങ്ങൾ പിടിക്കും. ഓരോരുത്തരും പോകുമ്പോഴേ മനസ്സിലാവും. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങൾ, ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇത് പരിഹരിക്കാതെ ഒരു സംഘടനയുമായിട്ട് നിങ്ങൾ സഹകരിക്കാതിരുന്നാൽ മതി, പ്രശ്നം പരിഹരിക്കും. എല്ലാ സംഘടനകളും ഏതാവശ്യത്തിന് വരുമ്പോഴും ഈ കാര്യം ശക്തമായിട്ട് ഉന്നയിക്കണം. എന്നാൽ മാത്രമേ ഇതിന് ഒരു പരാതി ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും ഇതിനെപ്പറ്റി പഠിക്കണം. എല്ലാവർക്കും ബോധ്യമുണ്ടാകണം. പറയേണ്ടടത്തൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ കരാർ അവസാനിപ്പിക്കട്ടെ. ഈ മെഡിസപ്പ് എന്ന് പറയുന്ന സംഭവം അവസാനിപ്പിക്കട്ടെ, കരാർ അവസാനിപ്പിക്കട്ടെ. ഒരു കരാറ് 3 കൊല്ലം 2 കൊല്ലത്തേക്ക് ആ കരാറെങ്കിൽ ആ കരാറ് ഈ രീതിയിലുള്ള വയലേഷൻസ് അല്ലെങ്കിൽ വ്യവസ്ഥകളിൽ വ്യത്യാസങ്ങൾ വരുത്തിയാൽ തീർച്ചയായിട്ടും ഈ കരാർ അവസാനിപ്പിക്കാം. കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ അതേ രീതിയിലല്ല നടപ്പിലാക്കുന്നതെങ്കിൽ കരാറിൽ പ്രസക്തിയില്ല. അങ്ങനെയെങ്കിൽ ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ മെഡിസപ്പ് നിർത്തലാക്കുന്നതാണ് നല്ലത്. ആദ്യം വിഭാവനം ചെയ്ത ഗവൺമെന്റും ഇവരെല്ലാം കൂടി വിഭാവനം ചെയ്ത അതേ രീതിയിൽ പോവുകയാണെങ്കിൽ മെഡിസപ്പ് നല്ലതാണ്.
അല്ലെങ്കിൽ മെഡിസെപ്പ് കൊണ്ട് ഈ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മാത്രമല്ല, ഒരു പ്രതീക്ഷ അസ്തമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരിക്കൽ കൂടി ഞാൻ നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി ഇതൊരു വലിയ വിഷയമാണെന്ന് ജീവനക്കാരും പെൻഷൻകാരും മനസ്സിലാക്കണം, വളരെ ഗൗരവമായി എടുക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടെ, എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ നമ്മളുടെ ആശ്രിതർ ആരെങ്കിലും ഒക്കെ പോകേണ്ടവരാണ്. അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കുക. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ നമ്മൾ വളരെ ജാഗ്രത പാലിക്കണം. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ സംഘടനാ നേതാക്കൾ വഴിക്ക് എത്തിക്കാനും ഇത് പരിഹരിക്കാനും ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ പരിപാടി അവസാനിപ്പിച്ച് എല്ലാവർക്കും മറ്റ് ഇൻഷുറൻസുകളിലേക്ക് ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.